Assalamu alaikum wa rahmatullahi wa barakatuhu. How deep is Islam? അതെ, ഇസ്ലാം എത്ര ആയമേറിയതാണല്ലേ. As we all know, man is a social animal. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. സമൂഹമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മളിലേക്ക് അവതരണമായിട്ടുള്ള 1,24,000-ൽ പരം പ്രവാചകന്മാരും സമൂഹത്തിലേക്ക് ഇറങ്ങി അവർ ഇടപഴകി ജീവിച്ചിട്ടായിരുന്നു കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സമൂഹത്തിൽ ഇടപഴകി ജീവിക്കുമ്പോൾ അത്രമേൽ പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും. നല്ല സ്വഭാവം എന്നത് എല്ലാ മനുഷ്യർക്കും മൂല്യമുള്ളതാണ്. ഒരു നല്ല സ്വഭാവമുള്ള വ്യക്തിയെ അദ്ദേഹത്തിന്റെ ജാതി ഏതാണെന്നോ മതം ഏതാണെന്നോ നിറം ഏതാണെന്നോ നോക്കാതെ ആളുകൾ ഇഷ്ടപ്പെടും. ശരിയല്ലേ? ഇതൊക്കെ പറയുമ്പോഴും ഇവിടെ പ്രധാനമായും ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. എന്താണ് നല്ല സ്വഭാവം? ഒരു മനുഷ്യനിൽ നിന്നും മറ്റൊരു മനുഷ്യനിലേക്ക് ലഭിക്കാവുന്നത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഹിസ് വേർഡ്സ് ആൻഡ് ഹിസ് ഡ്രീംസ്. അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവർത്തികളുമാണത്. സംസാരത്തിലും പ്രവർത്തനങ്ങളിലും ഉണ്ടാകുന്ന നല്ല പെരുമാറ്റത്തെയാണ് നാം നല്ല സ്വഭാവം എന്ന് പറയുന്നത്. അംറാഹുൽ കുലൂബ് അഥവാ ഹൃദയത്തിന്റെ രോഗങ്ങൾ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ള അസൂയ, ഏഷണി, പരദൂഷണം തുടങ്ങിയവയിൽ നിന്നും അതുപോലെ വിഭജനത്തിലേക്കും വിദ്വേഷത്തിലേക്കും വെറുപ്പിലേക്കും നയിക്കുന്ന എല്ലാറ്റിൽ നിന്നും അകന്നു നിൽക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുമായുള്ള ഇടപാടുകളിൽ സൂക്ഷ്മത പാലിക്കണമെന്നാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. എന്തിനേറെ പറയുന്നു, പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എത്രയോ പുണ്യമുള്ള കാര്യമാണ് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതിനുള്ളത്. ഒരിക്കൽ ഒരു സഹാബി വര്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അയ്യുഹൻ നാസു ഹിബ്ബുൻ ഇലല്ലാഹ്. അല്ലാഹുവിന്റെ ദൂതരെ, ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ്? ഈ ചോദ്യത്തിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം സമൂഹത്തിൽ ഇറങ്ങി അല്ലെങ്കിൽ ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന വ്യക്തികളെയാണ്. ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നതിൽ ഏറ്റവും ലളിതമായതാണ് പരസ്പരമുള്ള ബഹുമാനം എന്ന് പറയുന്നത്. നിങ്ങൾ ആരെയും പരിഹസിക്കരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഹ്സറു ഖൗമും മിൻ ഖൗമി അസാ അൻ യകൂനൂ ഖൈറും മിൻഹും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളിൽ ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. കാരണം നിങ്ങൾ ആരെയാണോ പരിഹസിക്കുന്നത് അവർ ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഉത്തമരായേക്കാം. ഇവിടെയാണ് മർവ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ പ്രാധാന്യം. മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. സാമൂഹികമായി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തും. അതിലൂടെ നമ്മൾ മറ്റുള്ളവരെ പരിഹസിക്കും. അതിനെ ഇസ്ലാം എതിർത്തിരിക്കുന്നു. ഇസ്ലാം അത് ചെയ്യരുത് എന്ന് പറയുന്നു. കാരണം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വളരെ നല്ലവരാണെന്ന്. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ഈ ആധുനിക കാലത്തും വർണ്ണവിവേചനത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യവും അവകാശങ്ങളും അനുവദിച്ചു കൊടുത്ത അടിമ വിമോചകൻ എന്നറിയപ്പെടുന്ന അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമുക്കിവിടെ ഒരു പാഠമാണ്. അതെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പ്രിയ കൂട്ടുകാരനുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അറേബ്യയിലെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ യജമാനനായ ഉമയ്യത്തിന്റെ കിരാതമർദ്ദനങ്ങളേറ്റ് അവശനായി കിടന്നിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചനദ്രവ്യം കൊടുത്ത് മോചിപ്പിച്ച രംഗം ഇസ്ലാമിലുണ്ട്. അതെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ആവരവടിവുകളോ വർണ്ണമോ ഭംഗിയോ കണ്ടിട്ടല്ലായിരുന്നു മോചിപ്പിച്ചിരുന്നത്.
മറിച്ച് മനുഷ്യത്വം എന്ന പരിഗണനയോടുകൂടിയായിരുന്നു. ആ പരിഗണനയാണ് ഇസ്ലാമിന്റെ മൂല്യം. ആ പരിഗണന കണ്ടിട്ടാണ് പ്രശസ്ത അമേരിക്കൻ ബോക്സിംഗ് ഇതിഹാസം ക്ലാഷസ് ക്ലേ പിൽക്കാലത്ത് മുഹമ്മദ് അലി കെ ആയി മാറിയത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് പരിഹസിക്കാനല്ല, പരിഗണിക്കുവാനാണ്. ആരെയും പരിഹസിക്കാതെ ഏവരെയും പരിഗണിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.